ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാമത്തെ ഹെയർ ബാൻഡാണ് ട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നൊരു പഴയ ഹെയർ ബാൻഡുമ്മേൽ പുതിയ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലിറ്റർ പേപ്പറിന് നമുക്ക് 10 രൂപയാണ് വന്നിട്ടുള്ളത്. ഒരു ഷീറ്റിന് 10 രൂപയാണ് കേട്ടോ റേറ്റ്. പിന്നെ സിൽവർ കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ ഗ്ലിറ്ററൊക്കെ ഏകദേശം ഇളകൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ. നമ്മൾ ഉണ്ടാക്കണം എന്ന് കരുതി വെച്ചു കുറേ സമയമായി, വൈകിപ്പോയി. ഇനിയിപ്പോൾ ഏതായാലും സ്കൂൾ തുറക്കണ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഡെയിലി മാറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഏത് ടൈപ്പിലുള്ള ഫ്ലവറാണോ ആവശ്യം ആ ഫ്ലവറിൻ്റെ ഏകദേശം ഒരു അളവ് കാര്യമൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും അത് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്ലിറ്റർ പേപ്പർ വാങ്ങുന്ന സമയത്ത് അത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയതൊന്നുമില്ല. കാരണം ഇതിൽ നിന്ന് ഗ്ലിറ്റർ നന്നായിട്ട് പുറത്ത് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ ഗ്ലിറ്റർ പേപ്പറൊക്കെ വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം കയ്യിൽ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരതി നോക്കുക. എന്നിട്ട് കയ്യിൽ പോരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ. ഏകദേശം പഴക്കമായ ഗ്ലിറ്റർ നമ്മുടെ കയ്യിൽ തന്നെ പോരും. അപ്പോൾ നല്ല ഗ്ലിറ്റർ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ ഞാനൊരു ചതുരത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ 4 സൈഡും ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചതുരത്തിലാകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഫ്ലവർ ആയി കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ വീട്ടമ്മമാരും കുറച്ച് ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് ഡെയിലി ചേഞ്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ ഇങ്ങനെ പുതിയതിട്ട് പോകാൻ. നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഇതുപോലെയൊക്കെ നല്ല പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ നല്ല സന്തോഷമായിരിക്കുമല്ലോ. അതുപോലെ ആയിരിക്കും മക്കളുടെ അവസ്ഥ. അപ്പോൾ ഡെയിലി പുതിയത് ഇങ്ങനെ മാറി ഇട്ട് പോകുമ്പോൾ അവർക്കൊരു മടുപ്പൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് ആക്കിയെടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ കട്ട് ചെയ്ത ശേഷം അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കൂട്ടി പിടിക്കുക. എന്നിട്ട് ഞാൻ വാങ്ങി വെച്ചൊരു ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്ലവറിന് 10 രൂപയായിരുന്നു. 10 രൂപക്ക് 10 ഫ്ലവർ ഒരു കെട്ട് കേട്ടോ. അത് ഹോൾസെയിൽ കടയിൽ നിന്നാണ് അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. സാധാ കടയിൽ റേറ്റ് എത്ര എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഹോൾസെയിൽ കടയിൽ നിന്ന് കുറച്ച് ഫ്ലവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവർ ഇതാ സെൻറ്ററിൽ കമ്പി ഇതിൻ്റെ ഉള്ളിലൂടെ തുളച്ചെടുത്ത് കമ്പി ഒന്ന് റോൾ ചെയ്തുകൊണ്ട് ടൈറ്റ് ചെയ്തിടാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഈ സിൽവർ കളറും റെഡും ഒരു നല്ലൊരു കോമ്പിനേഷനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഹെയർ ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ഹെയർ ബാൻഡ് തന്നെയാണ് കേട്ടോ. അതിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിനൊരു ക്ലോത്ത് എടുത്തിട്ട് ഒരു കവർ ചെയ്ത് കൊടുക്കുക. അതല്ലാന്ന് വെച്ചെങ്കിൽ നല്ല ഹെയർ ബാൻഡ് ആണെങ്കിൽ അതിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. ഞാൻ ഹെയർ ബാൻഡിൽ ക്ലോത്ത് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതായത് ക്ലോത്ത് ഇട്ട് അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടില്ല. കാരണം മോൾക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് ഈ ബ്ലാക്ക് പ്ലെയിനായി കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ആ ഹെയർ ബാൻഡിൽ ഇതിങ്ങനെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാ കമ്പി ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒരു ഭാഗം ഉള്ളിലേക്ക് തന്നെ തുളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം. കാരണം കുട്ടികളുടെ തലയിലൊന്നും കുത്താതെ മുകളിലേക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഷീറ്റിൻ്റെ ഉള്ളിലൂടെ ഈ കമ്പിയൊക്കെ വലിച്ചെടുക്കുമ്പോൾ നമ്മളെ ശക്തിയിൽ വലിച്ചെടുക്കരുത് കേട്ടോ. സാവകാശം ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മുടെ എന്താ പറയുക നല്ല കട്ടിയുള്ള സംഭവം ഒന്നല്ലല്ലോ, ക്ലോത്ത് കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷീറ്റ് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് സാവകാശം ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഫ്ലവർ കണ്ടിട്ട് തന്നെ നല്ലൊരു എന്താ പറയുക ഹാപ്പിനെസ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അതായത് ഗ്ലിറ്റർ ഗമ്മുമെന്നൊക്കെ വിട്ടു പോകുന്ന ഏകദേശം കുറച്ച് പഴക്കമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ആകെ ഗ്ലിറ്ററായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ഗ്ലിറ്റർ പേപ്പർ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇനി നമുക്കിത് ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഹെയർ ബാൻഡിൻ്റെ പെയിൻ്റൊക്കെ കുറേ പോയിട്ടുണ്ട്. ഹെയർ ബാൻഡ് പഴയതാണ്, പുതിയതല്ല. പഴയ ഹെയർ ബാൻഡ് മേലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഗമ്മ് ഇട്ട് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഈ ഫ്ലവർ വെക്കുമ്പോൾ ഇതിൻ്റെ താഴെ ഹെയർ ബാൻഡിൽ കൂട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പീസ് വേണ്ട. അതപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗമ്മും ഹെയർ ബാൻഡും നമ്മുടെ ഉണ്ടാക്കിയ ഫ്ലവറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബാൻഡാണെങ്കിൽ അതേ
സെയിം കളർ ക്ലോത്ത് വെച്ചിട്ടായാലും അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ ഗ്ലിറ്ററിൻ്റെ ഷീറ്റ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കണ്ടോ ഇതുപോലെ കേട്ടോ, ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഗമ്മ് തേച്ച് ഒട്ടിക്കേണ്ടത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഗമ്മ് എൻ്റെ കുറേ വീഡിയോയിലുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ ഗമ്മ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ സംഭവങ്ങളും ഒട്ടിച്ചെടുക്കൽ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് വർക്കോ എന്തെങ്കിലും ഫാൻസി ഐറ്റംസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഗമ്മ് ഉപയോഗിച്ച് ചെയ്തെടുത്താൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. നല്ല ഗമ്മാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് മോള് പറിച്ചെടുക്കുമോ എന്നൊരു ഡൗട്ട് തോന്നിയിട്ടു. അപ്പോൾ ഞാൻ ഈ ഭാഗത്തും ഒരു ഫ്ലവർ വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലവർ ബാലൻസ് ഉണ്ടായിട്ടോ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലൂടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒട്ടിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ഈ കമ്പി ഇട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടും. നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളും ഓരോ എന്താ പറയുക, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ചിന്തക്കനുസരിച്ച് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ്, നമ്മൾ ചെയ്തെടുത്ത സാധനം നമ്മുടെ മക്കൾ തന്നെ ഉപയോഗിക്കും, നമുക്കൊരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരെ കൊണ്ടും ഇങ്ങനെയൊക്കെ പറ്റും. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് മുകളിലേക്ക് കമ്പി ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പം മറ്റേ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. പക്ഷേ എൻ്റെ പശ ആകെ കയ്യിലാകെ ഒട്ടി പിടിച്ച് ആകെ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. ഗമ്മും പിന്നെ സിൽവറിൻ്റെ ഷീറ്റിലുള്ള ഗ്ലിറ്ററും ഒക്കെ പാടെ കയ്യിലായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത്. ഹെയർ ബാൻഡും നമ്മൾ താഴെ ഒട്ടിച്ച ഗ്ലിറ്റർ ഷീറ്റും മുകളിലൊട്ടിച്ച ഗ്ലിറ്റർ ഷീറ്റും മൂന്നിലും പാടെ കമ്പി ഹോൾ തുളച്ചെടുത്തിട്ട് ഇതുപോലെ ഇവിടെ റൗണ്ടിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് സാമഗ്രികളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണം. അപ്പോൾ ഇത് നമ്മളെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതിലാറെ ഗ്ലിറ്ററും വന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.